കുതിച്ചു പായുന്ന ബസ്സുകൾ തുടർച്ചയായി മനുഷ്യജീവനെടുത്തപ്പോൾ ആരെയും കാത്തിരിക്കാതെ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് കൂമുള്ളിയിൽ. ജനജാഗ്രതാ സമിതി രൂപീകരിച്ച് ബസ് ജീവനക്കാരെ നേരിട്ട് കണ്ട് ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെ അപകടങ്ങളിൽ കുറവുണ്ടായെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒട്ടും വീതിയില്ലാത്ത റോഡ്, അപകടകരമായ വളവ്, ഒപ്പം ഒരു നിയന്ത്രണവുമില്ലാതെ പോകുന്ന സ്വകാര്യ ബസ്സുകൾ. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ കൂമുള്ളി എന്ന ഈ പ്രദേശത്ത് തുടർച്ചയായി മനുഷ്യജീവനുകൾ റോഡിൽ അപകടത്തിൽപ്പെട്ട് പൊലിഞ്ഞപ്പോഴാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത്. എല്ലാ വീടുകളും തെരഞ്ഞെടുക്കണം. ഈ മരിച്ചോന്റെ കുടുംബത്തിനെ അന്വേഷിക്കുക, അല്ലെങ്കിൽ മരിച്ചോന് ജീവനുണ്ടോ അന്വേഷിക്കുക, ഒന്നും ചെയ്തില്ല. ബസ് അമിതമായ വേഗതയിൽ ട്രാക്ക് മാറി ഓടിയത് കൊണ്ടാണ് ഈ രണ്ട് മരണം സംഭവിച്ചത്. നേരിട്ട് കണ്ട കാര്യമാണ്, നേരിട്ട് കണ്ട. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു 3-4 ആളുകൾ മരിച്ചൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ. കണ്ടക്ടർ ഇവിടെ ഒരു മീൻ കച്ചവടക്കാരനോട് പറഞ്ഞത് ഞങ്ങൾക്ക് 1500 രൂപയുടെ ചിലവേ ഉള്ളൂ എന്നാണ്, വേണേ മാറിയെന്നോന്ന്. അതായത് 1500 രൂപ എടുത്ത് അയാൾക്ക് ബ്രേക്ക് എടുത്ത് വണ്ടി പുറത്തിറങ്ങുക, എൻ്റെ ഇനി റോഡ് കിടന്ന് മരിക്കൂ. ഗതിമുട്ടിയപ്പോഴാണ് നാട്ടുകാർ ജനജാഗ്രതാ സമിതി രൂപീകരിച്ചത്. അവർ ബസ്സുകൾ തടഞ്ഞു, ജീവനക്കാരെ പുറത്തിറക്കി, നിരത്തിലെ കൊലവിളി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഈ പ്രദേശത്തുകാർ വാഹനം ഇടിച്ച് മരിക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അല്പം ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെയുള്ള RTOനെയും പോലീസിനെയും ഈ ബസ്സിൻ്റെ മാനേജർമാരെയും വിളിച്ചിട്ടൊരു മീറ്റിംഗ് നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ ഒരു ജനജാഗ്രത എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ നാട്ടിൽ മുടക്കല്ലൂർ ആയിട്ട് ഇനിയും ഞങ്ങളെല്ലാവരും സജീവമായിട്ട് തന്നെ നിൽക്കും. എത്രത്തോളം ഓരോ ഓടുന്നു അത്രത്തോളം ഞങ്ങൾ ഓരോ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനിയൻ തന്നെയാണ് എനിക്കൊന്നും ഇവിടുന്ന് പോയത്. നാട്ടുകാരുടെ ജാഗ്രതയ്ക്ക് ഫലമുണ്ടായി. ബസ്സുകൾ അല്പമൊക്കെ വേഗത കുറച്ചു. ഈ ജാഗ്രത നമ്മുടെ പോലീസ് സംവിധാനവും മോട്ടോർ വാഹന വകുപ്പും പുലർത്തിയാൽ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. കോഴിക്കോട് നിന്നും ജസ്റ്റിൻ മാത്യുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.